പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ, അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് സന്തോഷത്തോടെ സ്തുതി കൊടുക്കാം, പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്ത് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഈ മണിക്കൂറിൽ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സുവിശേഷത്തിന്റെ ശക്തി എന്നതാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം അധ്യായം 1 വചനം 16. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് വിളിച്ച് സഭയ്ക്കു വേണ്ടി വേർതിരിച്ച മഹാനായ അപ്പോസ്തലൻ പൗലോസ് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ സഭയിലെ മക്കളുടെ മുമ്പിൽ തന്റെ ഹൃദയം തുറന്നു വയ്ക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ആത്മാവിൽ നിറഞ്ഞ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ കർത്താവിനെ പറ്റി പറയുവാൻ, എന്റെ യേശുവിനെ പറ്റി ആരുടെ മുമ്പിലും മടികൂടാതെ പറയുവാൻ എനിക്ക് ലജ്ജയില്ല. കാരണം അത് സകല മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. The gospel of Jesus Christ is the power of God unto salvation. രക്ഷ, വിടുതൽ, അഭിഷേകം, അനുഗ്രഹം ഒക്കെ സകല മനുഷ്യർക്കും കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള സുവിശേഷത്തിന്റെ ശക്തി വളരെ വലുതാണ്. 2000 കൊല്ലത്തെ തിരുസഭയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയവർ, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയവർ, വലിയ വ്യഭിചാരത്തിൽ മുഴുകി പട്ടുകുഴിയിൽ വീണുപോയ മനുഷ്യർ, കൊലപാതകികൾ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, രാജ്യദ്രോഹികൾ, മയക്കുമരുന്ന് കള്ളക്കടത്തുകർ, കൊലപാതകികൾ തുടങ്ങി ലോകം വെറുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളഞ്ഞ കോടിക്കണക്കിന് മനുഷ്യരെ സുവിശേഷത്തിന്റെ ശക്തി പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് ദൈവത്തിന്റെ പൊന്നുമകനും പൊന്നുമകളുമാക്കി മാറ്റിയ ചരിത്രം സഭയ്ക്കുണ്ട്. നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവാവിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ആ യുവാവ് ഇപ്രകാരം ജനമധ്യത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, പോലീസുകാർ എന്നെ ഇഞ്ചനാര് പോലെ ഇടിച്ചു പിഴിഞ്ഞു, കരിമ്പിൻ ചണ്ടി പോലെയാക്കി എന്നെ ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കി മാറ്റി. അവർ എന്നെ കൊണ്ട് സത്യം പറയിക്കുവാൻ പല പ്രാവശ്യം ശ്രമിച്ചു. എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ പോലും എന്റെ നക്സൽ പ്രസ്ഥാനത്തെ പറ്റി സത്യം പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ഇപ്രകാരം പറയാണ്, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം സുവിശേഷത്തിലൂടെ അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ സകല പാപങ്ങളും കർത്താവിന്റെ മുമ്പിൽ തുറന്നു വെച്ചു. കരമുയർത്തി എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 1817 ആദ്യമായി ബൈബിൾ മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, പരിഭാഷപ്പെടുത്തുവാൻ തുടങ്ങിയത്. ബെഞ്ചമിൻ ബെയ്ലി എന്ന് പേരുണ്ടായിരുന്ന വലിയ ഒരു ക്രിസ്തുഭക്തൻ ഇപ്രകാരം തീരുമാനമെടുത്തു, കേരള നാട്ടിലെ മലയാളി മക്കൾ മലയാള ഭാഷയിൽ ബൈബിൾ വായിക്കണം. അതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കി. മോസസ്, വൈദ്യനാഥ അയ്യർ, ഒറ്റപ്പാലത്തുള്ള ചാത്തുമേനോൻ എന്ന് പറയുന്ന 3 പേർ. ഇവരുടെ നേതൃത്വത്തിലാണ് ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ബൈബിൾ പരിഭാഷ പുതിയ നിയമത്തിലേക്ക് കടന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എത്തിയ നിമിഷം ഒറ്റപ്പാലത്തുകാരനായ ചാത്തുമേനോൻ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി മാറി. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്തോറും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചാത്തുമേനോനെ ശക്തമായി ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ നിറച്ചു. ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ചാത്തുമേനോൻ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ ഭവനത്തിൽ പോയി തന്റെ വീട്ടിലുള്ള ഭാര്യയോടും മക്കളോടും പറഞ്ഞു, മക്കളെ,
സ്വർഗം വിട്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന് വേണ്ടി തുപ്പലേറ്റ ഒരു ദൈവമുണ്ട്. മനുഷ്യന് വേണ്ടി 600 പട്ടാളക്കാരുടെ അടിയേറ്റ ഒരു ദൈവമുണ്ട്. കുരിശു ചുമന്ന ഒരു ദൈവമുണ്ട്. അനുതപിക്കുന്ന പാപിയെ വെറുതെ വിടുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഈ ചാത്തുമേനോൻ യേശു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കാൻ പോകുകയാണ്. എന്റെ മക്കൾ അപ്പന്റെ കൂടെ നിൽക്കുമോ? മക്കളെല്ലാവരും കൈപൊക്കിട്ട് പറഞ്ഞു, അപ്പാ, പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അപ്പന്റെ കൂടെ ആ യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ചാത്തുമേനോനും 2 മക്കളും ഇതാ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സഭയിലേക്ക് കടന്നു വരികയാണ്. അന്ന് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ബൈബിൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് യേശുവിനെ അറിയാതിരുന്ന ഒരു മകൻ അതിന്റെ ഇടയിൽ തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് യേശുവിന്റെ സഭയിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒത്തിരിയേറെ സംഭവങ്ങൾ തിരുസഭയുടെ ചരിത്രത്തിൽ ഉണ്ട്. നിങ്ങളിൽ പലരും ബെൻഹർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. യേശു ക്രിസ്തുവിന്റെ മഹത്വം വളരെയേറെ ഉയർത്തിക്കാട്ടിയ ഒരു സിനിമയായിരുന്നു അത്. ലോകത്ത് പ്രശസ്തമായ ഒരു നോവലാണ് സിനിമയാക്കി മാറ്റിയത്. നിരീശ്വരവാദിയായിരുന്ന റോബർട്ട് എന്ന് പറയുന്ന വലിയ ഒരു കോടീശ്വരൻ തന്റെ സുഹൃത്തായ ലീ വാലസ് എന്ന് പറയുന്ന വലിയ ഒരു എഴുത്തുകാരനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: ലീ വാലസ്, യേശു ക്രിസ്തു ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്ന് ചരിത്രപരമായി തെളിയിച്ചുകൊണ്ട് താൻ ഒരു പുസ്തകം എഴുതണം. തനിക്ക് ഞാൻ കോടിക്കണക്കിന് രൂപ പ്രതിഫലം തരും. താൻ അതിന് ഇസ്രായേലിലും യേശു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന നാട്ടിലും പോയി വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം യേശു ചരിത്ര പുരുഷനല്ലായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു വലിയ പുസ്തകം എഴുതി ലോകത്തിന്റെ മുമ്പിൽ പബ്ലിഷ് ചെയ്യണം. തനിക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. ലീ വാലസ് അതിന് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അനേക വർഷങ്ങളോളം കിട്ടാവുന്ന എല്ലാ ലൈബ്രറി പുസ്തകങ്ങളും എടുത്തു. യേശു ജീവിച്ചിരുന്ന നാട്ടിൽ പോയി പഠനം നടത്തി. അനേക വർഷങ്ങൾ, അനേക പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വലിയ പണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹവും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി തീർന്നു. യേശു ഇല്ല എന്ന് പുസ്തകം എഴുതാൻ പോയ ലീ വാലസ് ഒടുവിൽ ബെൻഹർ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം എഴുതി വെച്ചു. ആ പുസ്തകത്തിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നുവെന്നും യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും കുരിശിൽ മരിക്കുന്ന സമയത്ത് പോലും അവിടുന്ന് പാപികളെ രക്ഷിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള വലിയ സത്യം അത്ഭുതകരമായി ആ പുസ്തകത്തിലും സിനിമയിലൂടെ വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ സിനിമ കണ്ടു തന്നെ 10,000-കണക്കിന് മക്കൾ യേശുക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തു. 1967 ജൂലൈ മാസം 26-ാം തീയതി ചന്ദ്രനിൽ ഇറങ്ങിയ കേണൽ ജെയിംസ് ഇർവിസ് എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞനോട് പത്രക്കാർ ഇപ്രകാരം ചോദിച്ചു: സാർ, അങ്ങ് ചന്ദ്രനിൽ കൂടി 2 കാലുകളും വെച്ച് നടന്നു പോയത് വലിയ ഒരു അത്ഭുതമാണല്ലോ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ചന്ദ്രനിൽ പോയി, ഞങ്ങൾക്കൊക്കെ അമ്പിളിമാമൻ എന്ന് കേട്ടിട്ടുള്ള ഈ ചന്ദ്രനിൽ പോയി അങ്ങ് നടന്നു എന്നത് വലിയൊരു അത്ഭുതമല്ലേ? സുവിശേഷത്താൽ ജീവിതം പിടിക്കപ്പെട്ട കേണൽ ജെയിംസ് ഇർവിസ് ഇപ്രകാരം മറുപടി പറഞ്ഞു: അതിനേക്കാളും എത്രയോ വലിയ അത്ഭുതമാണ് രാജാക്കന്മാരുടെ രാജാവും ദേവന്മാരുടെ ദേവനും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമായ ദൈവപുത്രനായ യേശുക്രിസ്തു തന്റെ പാദങ്ങൾ വച്ച് നമ്മുടെ ഈ മണ്ണിലൂടെ നടന്നു എന്ന് പറയുന്നത് അതിനേക്കാളും എത്രയോ വലിയ അത്ഭുതമാണ് എന്ന് അദ്ദേഹം തിരിച്ചു പറയുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്ന 3 ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോളോ 11 എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ കയറി, ഒരു റോക്കറ്റിൽ കയറിയാണ് അവർ ചന്ദ്രനിൽ എത്തിയത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ഓൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ ഉടനെ അവർ കരുതി വച്ചിരുന്ന ബൈബിൾ തുറന്ന് 8-ാം സങ്കീർത്തനം എടുത്തു. അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ ടെലിവിഷനിലൂടെ ലോകത്തെ മുഴുവൻ ജനങ്ങളും കാണത്തക്കവണ്ണം അവർ ചന്ദ്രനിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ച് അവർ ഇപ്രകാരം വായിച്ചു. 8-ാം സങ്കീർത്തനം 3ഉം 4ഉം വാക്യങ്ങൾ: അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യന് എന്ത് അർഹതയാണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിയ പുസ്തകവും നമ്മുടെ കർത്താവിന്റെ സുവിശേഷം തന്നെ. ആദ്യമായിട്ട് ശൂന്യാകാശത്ത് പോയ പുസ്തകവും നമ്മുടെ കർത്താവിന്റെ സുവിശേഷം തന്നെ. 1 കൊറിന്ത്യർ 15:2 പറയുന്നു: നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതും സുവിശേഷമാണ്. കരമുയർത്തി നമുക്ക് നന്ദിയോടെ ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ! എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ! ശക്തിയോടെ, വളരെ ശക്തിയോടെ.
ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലും 12 ഡോക്ടറേറ്റ് ഉള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? 3 ഡോക്ടറേറ്റ് തന്നെ വളരെ റെയറാണ്. 3 PhDകൾ വളരെ റെയറാണ്. ഞാൻ 2 ഉള്ളവരെ കണ്ടിട്ടുണ്ട്. 2 ഡോക്ടർ. നമ്മുടെ കൂട്ടത്തിൽ സഭയിൽ ഒരു വൈദികനുണ്ട്. 2 ഡോക്ടർ ഡിഗ്രികൾ, 2 PhD, 12 PhDകൾ, 12 ഡോക്ടറേറ്റ് ഡിഗ്രികൾ പുരാവസ്തു ഗവേഷണത്തിൽ എടുത്ത വലിയ ഒരു മനുഷ്യനായിരുന്നു വില്യം ഓൾബ്രൈറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ. 12 ഡോക്ടർ ഇട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എഴുതാൻ പറ്റൂ. അത്രമാത്രം പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും വായിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ കടന്നു വന്നു. അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, ബൈബിൾ മുഴുവൻ വെറും പൊട്ടത്തരമാണ്. എന്നിട്ട് അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പഠിക്കുവാൻ ബാബിലോൺ എന്ന പേരുണ്ടായിരുന്ന പുരാതനമായ ബാബിലോണിൽ പോയി അദ്ദേഹം തന്റെ 3 വർഷക്കാലം അവിടെ ചെലവഴിച്ചു. ലോകം മുഴുവൻ ഈ മനുഷ്യൻ എന്താ പറയുന്നെന്ന് നോക്കുവാൻ ശ്രദ്ധയോടെ കാത്തിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എനിക്കാണ് തെറ്റുപറ്റിയത്, ദൈവത്തിന്റെ വചനത്തിന് അല്ല. അദ്ദേഹം എഴുതിയ 4 പുസ്തകങ്ങൾ ലോക പ്രശസ്തമാണ്. റീസെന്റ് ഡിസ്കവറീസ് ഇൻ ബൈബിൾ ലാൻഡ്, ഫ്രം സ്റ്റോൺ ഏജ് ടു ക്രിസ്ത്യാനിറ്റി, ആർക്കിയോളജി ആൻഡ് റീജിയൻ ഓഫ് ഇസ്രായേൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആർക്കിയോളജി. 4 പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങൾ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. 12 ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ പുസ്തകം വെറും മണ്ടത്തരമാകാൻ വഴിയില്ല. അദ്ദേഹത്തിന് അറിയാം താൻ ഇത്രയും നാൾ നേടിയത് മുഴുവൻ വെറുതെയായി പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം 4 പുസ്തകങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൽ 4ലും അദ്ദേഹം എഴുതി വെച്ചു, വലിയവനായ ദൈവം തന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു. വലിയവനായ ദൈവം തന്റെ ശക്തിയാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത് തന്നെ. തെറ്റെനിക്കാണ് പറ്റിയത്, ദൈവത്തിന്റെ വചനത്തിനല്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലണ്ടനിൽ ഒരിക്കൽ ഒരു പത്രം 100 വ്യക്തികളെ തെരഞ്ഞെടുത്തു. അതിൽ കൃഷിക്കാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു, സിസ്റ്റർമാരുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നേഴ്സുമാരുണ്ടായിരുന്നു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള 100 വ്യക്തികൾ തെരഞ്ഞെടുത്തു. ഇപ്രകാരം ഒരു ചോദ്യമാണ് ലണ്ടൻ പത്രം അവരുടെ മുമ്പിൽ വച്ചത്. നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ ഒരു കുറ്റം ചെയ്ത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുവാനായിട്ട് വിധിക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് കോടതി അവിടെ കൊണ്ടുപോകാൻ ഒരു പുസ്തകം മാത്രം തന്നാൽ നിങ്ങൾ ഏത് പുസ്തകമായിരിക്കും തെരഞ്ഞെടുക്കുക? 95% വ്യക്തികളും ഒരൊറ്റ ഉത്തരം നൽകി, അങ്ങനെ സംഭവിക്കേണ്ടി വന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന പുസ്തകം കർത്താവിന്റെ സുവിശേഷമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ എന്നെങ്കിലും പോകേണ്ടി വന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന പുസ്തകം കർത്താവിന്റെ സുവിശേഷമായിരിക്കും. ദൈവമക്കളെ, സുവിശേഷവുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ മണിക്കൂറിൽ ആഗ്രഹിക്കുകയാണ്. 1, നാം സുവിശേഷത്തിൽ വിശ്വസിക്കണം. ചിലർ പറയാറുണ്ട്, കാണാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങളെപ്പോഴെങ്കിലും ചൂട് കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും തണുപ്പിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടുണ്ടോ? ചൂട് കാണാൻ പറ്റുകയില്ല, തണുപ്പ് കാണാൻ പറ്റുകയില്ല, കറന്റിനെയും കാണാൻ പറ്റുകയില്ല. പക്ഷെ ഇതിനെല്ലാം നമുക്ക് അനുഭവിക്കാം. ചിലർ പറയാം, അത് വേറെ, ഞങ്ങൾ കാണാത്തതൊന്നും വിശ്വസിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയാം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുമ്പോൾ ആ ചായക്കടക്കാരൻ വിഷമല്ല തരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരു പരിചയവുമില്ലാത്ത ഒരു ചായക്കടയിൽ കയറി നമ്മൾ ചായ പോലും കുടിക്കുന്നത്. ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ കയറുന്നത്. ഒരു പ്ലെയിനിൽ കയറുമ്പോൾ അത് തകരില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ പ്ലെയിനിൽ കയറുന്നു. എല്ലായിടത്തും നമ്മൾ വിശ്വാസം ഉപയോഗിക്കുന്നു. ദൈവം ഇത് തന്നെയാണ് തന്റെ വചനത്തിന്റെ കാര്യത്തിലും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യേശു തോമസിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് മർക്കോസ് 1:15 ഇങ്ങനെ പറയുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വളരെ വളരെ ഉയരുകയാണ്. ഡിഗ്രികൾ ഉയരുകയാണ്, പാണ്ഡിത്യം ഉയരുകയാണ്. ഇന്റർനെറ്റിൽ നമ്മൾ നോക്കിയാൽ ലോകത്തിലുള്ള സകല വിവരങ്ങളും അറിയാം. ലോകം മുഴുവൻ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ സഭ തകർന്ന് തരിപ്പണമായി. എവിടെയും എല്ലായിടത്തും വിശ്വാസമില്ലാത്ത അവസ്ഥ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇത് എഴുതി വെച്ചു. 1 തിമോത്തി 4:1, വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. അവസാന നാളുകളിൽ പലരുടെയും വിശ്വാസം നഷ്ടപ്പെടും. നമ്മുടെ കർത്താവ്
വളരെ സങ്കടത്തോടെ ചോദിച്ച ഒരു ചോദ്യം ബൈബിളിലുണ്ട്. ലൂക്ക 18:8. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് കണ്ണുനീരോടും സങ്കടത്തോടും കൂടെ ചോദിക്കുകയാണ്, ഞാൻ എന്റെ രണ്ടാമത്തെ വരവിൽ വരുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആരെങ്കിലും എനിക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനും എന്റെ കുടുംബവും അങ്ങയോടുകൂടെ ഉറച്ചു നിൽക്കും. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടെ നിന്ന് കേൾക്കട്ടെ, സകലരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആശുപത്രികളിൽ പോയിട്ടുണ്ട്. ഇന്ന് ഒരു സർജറി ചെയ്യുവാൻ, ഒരു ശസ്ത്രക്രിയ ചെയ്യുവാൻ ആളുകളെ അനസ്തീഷ്യ കൊടുത്ത് മയക്കിക്കിടത്തും. സർജറി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാലും രോഗി വേദന അറിയുന്നില്ല, ബോധം തെളിയുന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരു രോഗിയുടെ വയറ് കീറണമെങ്കിൽ 2 ഡോക്ടർമാർ കൂടെ രോഗിയുടെ കൈക്ക് കയറി പിടിക്കും, 2 നേഴ്സുമാർ കാലെ കയറി പിടിക്കും. രോഗിയെ കയറുകൊണ്ട് കട്ടിലിനോട് കെട്ടിയിടും. കൈയും കാലും എല്ലാം കെട്ടിയിട്ടതിന് ശേഷം സർജറി ചെയ്യുന്ന ഡോക്ടർ വന്ന് പിച്ചാത്തി എടുത്ത് വയറ് കീറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാലയിൽ ഒരു കുപ്പിച്ചില് കൊണ്ടാൽ തന്നെ നമ്മൾ അയ്യോ എന്ന് വിളിക്കുന്നവരാണ്. വലിയ പിച്ചാത്തി എടുത്ത് ഈ പശുവിനെയും കോഴിയും ഒക്കെ വെട്ടുന്ന പോലെ മനുഷ്യന്റെ വയറ് കീറി ആന്തരിക അവയവങ്ങൾ എടുത്ത് സർജറി ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെ ആളുകൾ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുമായിരുന്നു. ഒരിക്കൽ കർത്താവിന്റെ പ്രിയപ്പെട്ട ഡോക്ടറായി മകനായിരുന്ന ഡോക്ടർ ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ഡോക്ടർ ഒരു ഓപ്പറേഷൻ കാണുവാനിടയായി. രോഗി വലിയ വെപ്രാളത്തിൽ കിടന്ന് നിലവിളിച്ച് നരകയാതന അനുഭവിക്കുന്ന അദ്ദേഹത്തെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. അന്ന് വൈകുന്നേരം അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിനൊരു പോംവഴി കണ്ടെത്തണമേ. അദ്ദേഹം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നു. അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കടന്നു വന്നത് ഉൽപ്പത്തി പുസ്തകം അധ്യായം 2. അദ്ദേഹം ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം അധ്യായം 2, 21, 22 വചനങ്ങൾ. ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. ഈ വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവം എന്നോട് ഈ വചനത്തിലൂടെ എന്തോ സംസാരിക്കുകയാണ്. ദൈവം ആദ്യത്തെ സർജറി, ശസ്ത്രക്രിയ ചെയ്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആദത്തെ ഉറക്കിയതിനു ശേഷം, മയക്കിക്കിടത്തിയതിനു ശേഷം വാരിയെല്ല് വലിച്ചൂരിയാണ് ആദ്യത്തെ ശസ്ത്രക്രിയ ചെയ്തതെന്ന് സർ ജെയിംസ് സിംസന് മനസ്സിലായി. അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതുപോലെ രോഗികളെ മയക്കിക്കിടത്തുവാൻ, കർത്താവേ, ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള വലിയൊരു കൃപ ശാസ്ത്ര ലോകത്തിന് നൽകണമേ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ പകർന്നു കൊടുത്ത ആശയമാണ് ക്ലോറോഫോം എന്ന് പറയുന്ന മയക്കുമരുന്ന്. ഇന്നത്തെ അനസ്തേഷ്യയുടെ ആദ്യത്തെ രൂപം. ക്ലോറോഫോം കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി രോഗി മയങ്ങി വീഴാൻ തുടങ്ങി. പിന്നീട് അവരൊരിക്കലും വേദന അനുഭവിക്കേണ്ടി വന്നില്ല. കാണുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏറ്റവും അധികം അനുഭവിക്കുന്ന ശാസ്ത്രത്തിന്റെ ഈ വലിയ കണ്ടുപിടുത്തമായ അനസ്തേഷ്യ, ബോധം കെടുത്തി സർജറി ചെയ്യുന്ന ഈ വലിയ കണ്ടുപിടുത്തം പോലും എവിടെ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, കർത്താവിന്റെ വചനത്തിൽ നിന്നാണ്. ഹല്ലേലൂയാ. ഒരിക്കൽ കൂടെ പറയാം, ഹല്ലേലൂയാ. നമ്മളെല്ലാം വെറുതെ വായിച്ചു പോകുന്ന ഒരു ഭാഗത്തു നിന്നും മനുഷ്യന് അനുഗ്രഹമായി തീരുന്ന വലിയൊരു കണ്ടുപിടുത്തം ദൈവം കൊടുക്കുകയാണ്. ഈ സർ ജെയിംസ് സിംസൺ മരിക്കുവാൻ കിടക്കുന്ന സമയത്ത് യുവാക്കന്മാരും യുവതികളുമായ ശാസ്ത്രജ്ഞന്മാർ അടുത്തുകൂടി ചോദിച്ചു, സാറ് കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? സാർ ഒത്തിരി കണ്ടുപിടുത്തം നടത്തി. അതിൽ ഏറ്റവും സാറിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ കണ്ടുപിടുത്തം ഏതാണ്? ചെറുപ്പക്കാർ വിചാരിച്ചു ബോധം കെടുത്തിയുള്ള സർജറി അതായിരിക്കും ഉത്തരമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ സർ ജെയിംസ് സിംസൺ പറഞ്ഞ മറുപടി അതല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഹൃദയത്തെ ഏറ്റവും പിടിച്ചു കുലുക്കിയ കണ്ടുപിടുത്തം വലിയവനായ ദൈവം മനുഷ്യനായി കന്യകാമറിയം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ യൂട്രസിന്റെ ഉള്ളിൽ, ഉദരത്തിന്റെ ഉള്ളിൽ, ഇത്രയും വലിപ്പമുള്ള ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ദൈവം വന്നു വസിച്ചിട്ട് വലുതായി 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 അവളുടെ ഗർഭപാത്രവും വലുതായി, അവളുടെ വയറും വലുതായി. ഈ ദൈവം അവിടെ 9 മാസം കിടന്നു, വലുതായി, കണ്ണും മൂക്കും ചെവിയുമുള്ളവനായി. 9-ാം മാസത്തിന്റെ അവസാനം അവിടെ നീ ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാ കുട്ടികളെയും പോലെ കരഞ്ഞു, വിശന്നു, മാതാവിന്റെ മുലപ്പാൽ കുടിച്ചു, മലമൂത്ര
വിസർജനം നടത്തി, അവിടത്തേക്ക് വിശന്നു, അവിടെ നിന്ന് യുവാവായി. മാത്രമല്ല അവിടെ നിന്ന് 33-ാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി, എനിക്ക് പകരമായി മരിച്ചു. എന്നെ നരകത്ത് കൊണ്ടുപോകാതിരിക്കാൻ അവൻ കുരിശിൽ നരകം അനുഭവിച്ചു. എന്നിട്ട് അവൻ ഉയർത്ത് എന്റെ ഉള്ളിൽ ഇപ്പോഴും വസിക്കുന്നു. സ്വർഗത്തിൽ എന്റെ പേരെഴുതി എന്നെ കാത്തിരിക്കുന്നു. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഹല്ലേലൂയ! ഈ കണ്ടുപിടുത്തം എനിക്ക് വെളിപ്പെട്ട് കിട്ടി അന്നു മുതൽ ഞാൻ സന്തോഷവാനാണ്. മരിക്കുവാൻ എനിക്ക് പേടിയില്ല. കാര്യം എനിക്ക് സ്വർഗമുണ്ട്. സ്വർഗം എന്റെ ഭവനമാണ്. അവിടെ എനിക്ക് പിതാവുണ്ട്, അവിടെ എനിക്കൊരു മാതാവുണ്ട്, അവിടെ ദൂതന്മാരുണ്ട്, അവിടെ സകലരുമുണ്ട്. നന്ദിയോടെ നമുക്ക് കരമുയർത്തി ഈശോയെ സ്തുതിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ! അഭിഷേകത്തോടെ ദൈവശക്തി നിറഞ്ഞവരായി ഹല്ലേലൂയ, ഹല്ലേലൂയ! വലിയവനായ ദൈവത്തെ സ്തുതിക്കട്ടെ സകലരും. ഓ ഹല്ലേലൂയ! സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. 2, നാം സുവിശേഷം അനുസരിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുസരിക്കണം. കർത്താവ് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് 2 തരം മനുഷ്യരെ പറ്റി പറയുന്നുണ്ട് മത്തായി 7. 1, മണലിൽ വീട് പണിതവർ. പ്രത്യേകിച്ച് നമ്മൾ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നവർ. ഞാൻ കരിസ്മാറ്റിക് സ്റ്റൈലിൽ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും തുറന്നു പറയുകയാണ്, മറ്റൊന്നും വിചാരിക്കരുത്. നമ്മൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു സ്തുതിപ്പ് നടത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. കർത്താവേ, ഞാൻ നിനക്കാട്ട് ജീവിക്കും. വൈകാരികമായി ചിലപ്പോഴെങ്കിലും നമ്മൾ ഒന്നും ചിന്തിക്കാതെ തീരുമാനമെടുക്കുന്നു. ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ തീരുമാനത്തെ മറക്കുന്നു. നമ്മൾ വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവിടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ സ്തുതിച്ച് നമ്മളായിരുന്നു കാണും. ഏറ്റവും കൂടുതൽ അവിടെ കർത്താവിനെ സ്നേഹിച്ചതായിട്ട് കാണിച്ച നമ്മളായിരിക്കാം, ഒക്കെ നമ്മളായിരിക്കാം. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ മനുഷ്യരായി മാറി. ഇതിനെപ്പറ്റി കർത്താവ് യേശു പറയുന്നു, മണലിൽ ഭവനം പണിതുയർത്തിയവരാണ് ഇവർ. ആഴമില്ലാതെ മണലിൽ. എന്നാൽ ചില വ്യക്തികളുണ്ട്, അവർ ക്ലാസുകൾ മുഴുവൻ കേൾക്കും, വചനം മുഴുവൻ കേൾക്കും, നന്നായിട്ട് കുമ്പസാരിക്കും, നന്നായിട്ട് ആരാധനയിൽ പങ്കെടുക്കും, അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഉറച്ച തീരുമാനമെടുക്കും, കർത്താവേ, ഇനി ഞാൻ പുറകോട്ടില്ല, വന്ന വഴിയെ ഞാൻ മടങ്ങത്തില്ല, ഞാൻ മറ്റൊരു വഴിയെ നിന്റെ പിന്നാലെ വരികയാണ്. അവരെപ്പറ്റി മത്തായി 7 യേശു പറയുന്നു, അവർ ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ ഭവനം പണിതവരാണ്. അവർ വൈകാരികതയുടെ മേൽ ഭവനം പണിയുന്നവരല്ല, അവർ ആഴത്തിൽ കുഴി കുഴിച്ച് ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ആഴത്തിൽ തീരുമാനമെടുത്ത് പണിയുന്നവരാണ്. അവരെപ്പറ്റി യേശു പറഞ്ഞു, എന്റെ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഹല്ലേലൂയ! ഈ ശാലോം ഫെസ്റ്റിവൽ കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇതാണ്, കർത്താവേ, മണലിൽ ഞാൻ എന്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം പണിതുയർത്തുകയില്ല. വൈകാരികതയുടെ മേൽ ഞാൻ പണിതുയർത്തുകയില്ല. പകരം നീയാകുന്ന അടിസ്ഥാനത്തിൽ, ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എന്റെ അടിസ്ഥാനമിടും. ഞാനും എന്റെ ഈശോയും ഒട്ടിപ്പിടിച്ചിരിക്കും. ഞങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ഒന്നിനും സാധ്യമല്ല. ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എന്റെ ഭവനം പണിയും. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 സാമുവേൽ 15:22 അനുസരണം ബലിയേക്കാൾ വലുതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കർത്താവിന്റെ ഒരു അടിപൊളി പ്രസംഗം നടക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും അഭിഷേകമുള്ള മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വിശുദ്ധിയുള്ള മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ഈ ഭൂമിയുടെ മുകളിൽ കൂടി നടന്ന പരിശുദ്ധാത്മാവിന്റെ അപരിമേയമായ ശക്തി നിറഞ്ഞ കർത്താവ് യേശു പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ വെളിപ്പെട്ട അഭിഷേകം, പ്രസംഗത്തിൽ വെളിപ്പെട്ട ദൈവശക്തി ആൾക്കൂട്ടത്തിൽ ഇരുന്ന ഒരു അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. ലൂക്കാ 11:27 അമ്മച്ചി കൈപൊക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു ആൾക്കൂട്ടത്തിൽ. എന്നിട്ട് സകലരും കേൾക്ക വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന് കിട്ടിയ ഭാഗ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട് മാത്രം പോകരുത്, അനുസരിക്കുവാൻ തീരുമാനമെടുക്കണം. യേശു പറഞ്ഞു, ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ അന്തോനീസ് ആദ്യം അഗസ്റ്റീനിയൻ സഭയിലായിരുന്നു. ഫ്രാൻസിസ് അസീസിയുടെ കപ്പൂച്ചൻ സഭയിൽ അല്ലായിരുന്നു. അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ ഒരു വൈദികനായി ജീവിച്ചിരിക്കുന്ന കാലത്ത് രാവിലെ ഒരു 11 മണിയായപ്പോൾ പുറത്താരോ മണിയടിച്ചു. അദ്ദേഹം വന്ന് വാതിൽ തുറന്നപ്പോൾ 5 കപ്പൂച്ചൻ ബ്രദർമാർ ബ്രൗൺ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നു. 5 കപ്പൂച്ചൻ ബ്രദർമാർ നിൽക്കുക. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം.
വെള്ളം കൊടുക്കുന്നതിനിടയിൽ അന്തോനീസ് അച്ഛൻ ഇവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇദ്ദേഹം അത്ഭുത പരതന്ത്രനായിട്ട് പറഞ്ഞു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അന്തോനീസ് അച്ഛൻ ചോദിച്ചു, അത് ബ്രദർമാരെ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇത്രമാത്രം സന്തോഷം? വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ഒരു വൈദികനാകാൻ ഞാൻ തീരുമാനമെടുത്തപ്പോൾ ഞാൻ കൊതിച്ചത് കർത്താവിന്റെ ഈ സന്തോഷമാണ്. അത് നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നു. എന്താണ് നിങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷം? ഒട്ടനെ ഇവർ 5 പേരും കൂടെ പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് സുവിശേഷം പറയാൻ പോവുകയാണ്. ഉടൻ ഫാദർ ആന്റണി പറഞ്ഞു, അയ്യോ, അത് സുവിശേഷ വിരോധികൾ നിറഞ്ഞ രാജ്യമാണ്. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ കൊന്നുകളയും. ഉടൻ ഈ 5 ബ്രദർമാരും പറഞ്ഞു, ഞങ്ങളെ കൊല്ലട്ടെ, ഞങ്ങൾ മരിക്കാൻ വേണ്ടി പോവുകയാണ്. അന്തോനീസ് അച്ഛന് വലിയ അത്ഭുതമായി. മരിക്കാൻ പോകുന്ന 5 മനുഷ്യരുടെ മുഖത്ത് ഇത്രമാത്രം പുഞ്ചിരി എന്താണ്? അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഈശോയുടെ പാട്ടുകളും പാടിക്കൊണ്ടാണ് പോയത്. പ്രിയപ്പെട്ടവരെ, കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ സഭയ്ക്കൊരു വലിയ ചാക്ക് പാഴ്സലായിട്ട് വരികയാണ്. തിരുസഭ ചാക്ക് അഴിച്ചു നോക്കിയപ്പോൾ അതിന്റെ അകത്തുനിന്ന് കിട്ടുന്നത് ഇത്രയും സാധനങ്ങളാണ്. 10 കൈകൾ കിട്ടി, 10 കാലുകൾ കിട്ടി, 5 തല കിട്ടി, ശരീരമെല്ലാം കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് അന്ന് വിശുദ്ധ അന്തോനീസിന്റെ മുമ്പിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ച 5 കപ്പൂച്ചൻ സഹോദരന്മാരും രക്തസാക്ഷികളായി. അവരെ സുവിശേഷ വിരോധികൾ ചാക്കിലാക്കി സഭയിലേക്ക് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഈ ചാക്ക് തുറന്നപ്പോൾ സകലരും പൊട്ടിക്കരഞ്ഞു. പക്ഷെ അന്തോനീസ് അച്ഛൻ അവിടെ നിന്ന് തീരുമാനമെടുത്തു, കർത്താവേ, ഈ മക്കൾക്ക് പകരം ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കും. അദ്ദേഹം അധികാരികളുടെ അനുമതിയോടുകൂടി മൊറോക്കോ എന്ന് പറയുന്ന ദേശത്തേക്ക് സുവിശേഷം പ്രസംഗിക്കാനും മരിക്കാനുമായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് അറിയാം തന്നെയും ഇതുപോലെ കൊല്ലും. പക്ഷെ വഴിക്ക് വെച്ച് അദ്ദേഹത്തിന് തിളച്ച വെള്ളം കോരി ഒഴിക്കുന്ന പോലെ പനി അനുഭവപ്പെട്ടു. ഒരു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം തളർന്നു വീണു. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ട് എന്തുകൊണ്ടാണ് ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്തവണ്ണം എനിക്ക് ഇത്രമാത്രം പനി മൂലം ഞാൻ തിളയ്ക്കുന്നത്? എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഉടൻ കർത്താവിന്റെ സ്വരം കേട്ടു, ആന്റണി, രക്തസാക്ഷിത്വത്തെക്കാളും വലിയ ഒരു കാര്യം ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, കർത്താവേ, രക്തസാക്ഷിത്വത്തെക്കാളും വലുതോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. രക്തസാക്ഷിത്വത്തെക്കാളും വലുതെന്താണ്? ഉടൻ കർത്താവ് മറുപടി പറഞ്ഞു, അനുസരണം. അനുസരണമാണ് രക്തസാക്ഷിത്വത്തെക്കാളും വലുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, തിരിച്ചു പോവുക. നീ ഒരു രക്തസാക്ഷിയായി മരിക്കാൻ സ്വർഗത്തിലെ പിതാവിന് പദ്ധതിയില്ല. പിതാവ് ആരെക്കുറിച്ച് രക്തസാക്ഷിയാകാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ അവർ എന്റെ രക്തത്തിന്റെ സാക്ഷികളായി ഭൂമിയിൽ പിടഞ്ഞു മരിച്ച് എന്നെ ഉയർത്തും. ആരെല്ലാം ഭൂമിയിൽ വിശുദ്ധരായി ജീവിച്ച് എന്റെ രക്തത്തെ ഉയർത്തി ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറണമെന്ന് പിതാവ് തീരുമാനിക്കുന്നു, അവർ അങ്ങനെ ജീവിക്കണം. നിന്നെ അങ്ങനെയാണ് സ്വർഗത്തിലെ പിതാവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അന്തോനീസ് മണ്ണിൽ മുട്ടുകുത്തിട്ട് പറഞ്ഞു, പിതാവേ, എന്നെ ഈ വലിയ സത്യം പഠിപ്പിച്ചതിനായി നന്ദി. അന്ന് അന്തോനീസ് എഴുതി വെച്ചു, അനുസരണം രക്തസാക്ഷിത്വത്തെക്കാളും വലുതാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലേക്ക് കൃപയുടെ ഒഴുക്കായി സമുദ്രമായി കർത്താവേ നീ കടന്നു വരുന്നതിനായി നന്ദി പറയുന്ന എല്ലാ മക്കളും കർത്താവേ അനുസരണത്തിലൂടെ വലിയ അനുഗ്രഹം സ്വന്തമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കാണാൻ വരുന്ന അനേക വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്? ദൈവത്തിന്റെ ഫേവർ കിട്ടുവാൻ, ദൈവത്തിൽ നിന്നും അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? നിയമാവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ, നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ, ശ്രദ്ധിക്കണം, അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. നിയമാവർത്തനം 28:6, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവ് ഈ മണിക്കൂറിൽ എന്നോടും നിങ്ങളോടും പറയാണ്, മോനെ, മോളെ, ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകളെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ അനുസരിച്ചാൽ നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. പലപ്പോഴും അനുസരിക്കുവാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം 5 നമ്മൾ മനോഹരമായ ഒരു സംഭവം കാണുന്നുണ്ട്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. ഒരു പട്ടാള കമാൻഡറാണ്. എപ്പോഴും നല്ല യൂണിഫോം, തൊപ്പി, നല്ല വസ്ത്രങ്ങൾ, വാള്, കൂടെ 100 കണക്കിന് പട്ടാളക്കാർ. വലിയ ഒരു പട്ടാള ഓഫീസറായിരുന്നു അദ്ദേഹം. രാജാവിന് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ സിറിയക്കാർ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടിയെ ഇവർ അടിമയായിട്ട് പിടിച്ചുകൊണ്ടുപോയി. പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. അവൾ ഈ നാമാന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് താമസിക്കുകയാണ്.
ഈ അടുത്ത നാളിലാട്ട് ഈ ഇസ്രായേൽ പെൺകുട്ടി നാമാന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ എന്തോ ഒരു ഡൗട്ട്. ഈ കൊച്ചുകുട്ടി ഒരു ദിവസം നാമാന്റെ ഭാര്യ വിളിച്ചു, യജമാനത്തിയുടെ മുഖത്ത് എന്താ ഒരു ദുഃഖം? പണ്ടത്തെ ആ സന്തോഷവും സ്മാർട്ട്നെസ്സും ഒന്നും ഇല്ലല്ലോ. ഉടൻ യജമാനത്തി കൊച്ചു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആരോടും പറയരുത്, ഒരു രഹസ്യമുണ്ട്. എന്റെ ഭർത്താവിന് കുഷ്ഠമാണ്. ആരും കാണാതിരിക്കാൻ പുള്ളി നല്ല ഉടുപ്പും കോട്ടും ടൈയും ഒക്കെ ഇട്ട് നടക്കുകയാണ്. പക്ഷേ അകത്തു കുഷ്ഠമാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 മുറിയിലാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. എന്റെ ദുഃഖത്തിന് കാരണം ഇതാണ്, അദ്ദേഹം കുഷ്ഠരോഗിയാണ്. എന്നിട്ട് ഈ ഭാര്യ കരയുകയാണ്. ഇസ്രായേലിലെ കൊച്ചു പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ചില സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത് തീരെ കൊച്ചുകുട്ടികളിലൂടെയാണ്. നമ്മൾ തീരെ വിചാരിക്കാത്ത വ്യക്തികളിലൂടെയാണ്. ഈ കൊച്ചു പെൺകുട്ടി യജമാനത്തിയോട് പറഞ്ഞു, യജമാനത്തി, എന്തിനാണ് യജമാനത്തി വിഷമിക്കുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന എന്റെ രാജ്യത്ത് ദൈവത്തിന്റെ പ്രവാചകനായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ ദൈവശക്തി കൊണ്ട് നിറഞ്ഞ ഏലീഷ എന്ന് പറയുന്ന പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട്. ഏലീഷ പ്രവാചകനെ കണ്ടാൽ യജമാനന്റെ കുഷ്ഠം തീരും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട ഉടൻ തന്നെ സിറിയ രാജാവിന് വലിയ സന്തോഷമായി. സിറിയ രാജാവ് പക്ഷെ ഒരു മണ്ടത്തരം കാണിച്ചു. രാജാവ് എങ്ങനെയാണ് പ്രവാചകൻ എടുത്തെഴുതുന്നത്? രാജാവിനാ എഴുതിയത്, പ്രസിഡന്റിനാ എഴുതുന്നത്, അല്ലെ? ഇതുപോലെ രാജാവ് ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, എന്റെ പട്ടാള ഓഫീസറിനെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, താൻ വേഗം സുഖപ്പെടുത്തി വിട്ടേക്കണം കേട്ടോ. വിരട്ടിയാ എഴുതിയത്. ഇസ്രായേൽ രാജാവ് എഴുത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് തന്റെ വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് പറഞ്ഞു, കണ്ടോ, അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാടാണ് അവൻ വരുന്നത്. എനിക്ക് ആരെങ്കിലും സുഖപ്പെടുത്താൻ പറ്റുമോ? കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ എനിക്ക് പറ്റുമോ? അവൻ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അവന്റെ പട്ടാള ഓഫീസറിന്റെ രോഗം ഞാൻ മാറ്റിക്കൊടുക്കണമെന്ന്. അവൻ അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. ഈ സമയത്ത് ഏലീഷ പ്രവാചകൻ അങ്ങോട്ട് കയറി വന്നു. അഭിഷേകം നിറഞ്ഞ പ്രവാചകൻ. അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, രാജാവ് എന്തിനാ പേടിച്ച് വസ്ത്രം കീറിയത്? ആ നാമാൻ എന്ന് പറയുന്ന പട്ടാള കമാൻഡറിനെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവം ജീവിച്ചിരിപ്പുണ്ടെന്നും ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നും ഇല്ലെന്നും സർവ്വലോകവും അറിയട്ടെ. ഹല്ലേലൂയാ. നാമാൻ വലിയ ഗമയിൽ കടന്നു വന്നു. രഥം, കുതിര, ടപ്പൊട്ടോ പട്ടാളക്കാരെല്ലാമായിട്ട് വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏലീഷ പ്രവാചകന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നു നിന്നു. ഏലീഷ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ജനൽ തുറന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, താൻ പോകുന്ന വഴിക്ക് ജോർദാൻ നദിയിൽ കയറി 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുക. എന്നിട്ട് അദ്ദേഹം വാതിലടച്ചകത്തിരുന്നു. നാമാന് കരികയറി. നാമാൻ ഇപ്രകാരം പറഞ്ഞു, കണ്ടോ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും തന്റെ കൈവീശി എന്നെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയണം, എന്നെ അദ്ദേഹം അപമാനിച്ചു. എന്റെ രാജ്യമായ ഡമാസ്കസിൽ അബാന, ഫർപ്പാർ എന്നീ നദികളില്ലേ, ഈ ചെളി നിറഞ്ഞ കുളത്തിൽ ഞാൻ മുങ്ങി കുളിക്കണോ? അദ്ദേഹത്തിന് കരികയറി. രഥം വിടറാന്ന് പറഞ്ഞു. രഥം അങ്ങോട്ട് പോവുകയാണ്. ഒരു 10-20 പട്ടാളക്കാർ രഥത്തിരിപ്പുണ്ട്. ജോർദാന്റെ അടുത്തുകൂടെ രഥം പോകുമ്പോൾ ഈ പട്ടാളക്കാർ ചോദിച്ചു, യജമാനനെ, തലകുത്തി നിൽക്കാനാണ് ഏലീഷ പറഞ്ഞെങ്കിൽ അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ? ചെയ്യും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏലീഷ പ്രവാചകൻ പറഞ്ഞതെങ്കിൽ അങ്ങ് ചെയ്യത്തില്ലായിരുന്നു? ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങേക്ക് എന്താ ബുദ്ധിമുട്ട്? അങ്ങേക്കൊന്ന് ചെയ്തുകൂടെ, അനുസരിച്ചുകൂടെ? ശരി, ഒന്ന് നോക്കിക്കളയാം. കലിയോടുകൂടി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ചെളി കൊണ്ട് നിറഞ്ഞ ജോർദാന്റെ അകത്ത് നാമാൻ 1ാമത്തെ പ്രാവശ്യം മുങ്ങി. അദ്ദേഹം വിചാരിച്ചു ആദ്യത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങുമ്പോ കൈ സൗഖ്യമാകുമായിരിക്കും. അദ്ദേഹം കൈയിലോട്ട് നോക്കി, ഒന്നും സംഭവിച്ചില്ല. 2 പ്രാവശ്യം മുങ്ങി, 3 പ്രാവശ്യം മുങ്ങി, 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 6 പ്രാവശ്യം, ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം നിരാശനായി. 7ാമത്തെ പ്രാവശ്യം പ്രവാചകന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ജോർദാൻ നദിയിൽ അദ്ദേഹം മുങ്ങി പൊങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. തന്റെ ശരീരത്തിലെ കുഷ്ഠം പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. മാത്രമല്ല, തന്റെ ശരീരം ശിശുക്കളുടെ തൊലി പോലെ ആയിരിക്കുന്നു. തന്റെ തൊലി ജനിച്ചു വീണ 1 മാസം 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ തൊലി, വളരെ മനോഹരമായ ത്വക്കാണ്. അതുപോലെ ഈ നാമാന്റെ തൊലി മാറിയിരിക്കാൻ. പ്രിയപ്പെട്ടവരെ കാണുക, അനുസരണത്തിലൂടെ വലിയ ഒരു അനുഗ്രഹം ദൈവം നാമാന് കൊടുക്കുകയാണ്. നമ്മൾ ഈ ശാലോം കൺവെൻഷൻ കഴിയുമ്പോൾ വചനം കേട്ടു പോകുന്നവരാകരുത്. വചനം കേട്ട് അറിവ് സമ്പാദിച്ചു പോകുന്നവർ മാത്രമാകരുത്. ഓരോ നിമിഷവും വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കണം, കർത്താവേ, എന്നെ അനുസരണം എന്ന വാതിലിലൂടെ കടത്തി അനുഗ്രഹമെന്ന കൊട്ടാരത്തിലേക്ക് നയിക്കണമേ. അനുസരണത്തിന്റെ വാതിലിലൂടെ കടത്തി അനുഗ്രഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് നയിക്കണമേ. ഷാലോം മെഗാ ഫെസ്റ്റിവൽ 2010 ഹോളി ക്രോസ് ഫൊറോന ചർച്ച്,
ചേർപ്പുങ്കൽ, പാലാരൂപത.